സംസ്ഥാന സർക്കാരിന് പിന്നാലെ വിലങ്ങാട് ദുരിതബാധിതരോട് ക്രൂരത കാട്ടി വാണിമേൽ പഞ്ചായത്ത്. ഉരുൾപൊട്ടലിൽ സ്ഥലവും വീടുമടക്കം നഷ്ടപ്പെട്ടവർക്ക് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട നോട്ടീസ്. ഇതിനകം നിരവധി പേർക്കാണ് നോട്ടീസ് ലഭിച്ചത്. കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കാണ് സർക്കാർ സംവിധാനങ്ങളുടെ അവഗണനയും ക്രൂരതയും ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ദുരിതബാധിതർക്ക് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ പോലും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുമ്പോഴാണ് പഞ്ചായത്തും ദുരിതബാധിതരെ കൈവിടുന്നത്. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം പോലും പലർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. വാടക വീടുകളിൽ കഴിയുന്നവർക്ക് നൽകാമെന്നേറ്റ തുകയും അനുവദിച്ചിട്ടില്ല. വീടും വരുമാന മാർഗവും നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായവരെയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തും അവഗണിക്കുന്നത്. വീട്ടുനികുതി അടയ്ക്കാനുള്ള നോട്ടീസ് വീടുകൾ നഷ്ടപ്പെട്ട പലർക്കും അയക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മഞ്ഞച്ചീളി സ്വദേശി സോണിക്ക് 15 ദിവസത്തിനകം പണമടയ്ക്കാനുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചത്. ഞാനിപ്പോ ഇത് പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പഞ്ചായത്തിൽ ഞാൻ നികുതി അടയ്ക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് ചൂണ്ടിക്കാണിക്കും, അയാൾക്ക് വീടുണ്ട്, അയാൾ നികുതി അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് മറ്റേത് വീട് ക്യാൻസൽ ആക്കണം. അതുകൊണ്ട് ഞാനിത് പ്രതികരിച്ചു. പലർക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ പഞ്ചായത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല നമ്മുടെ വീട് പോയത്. ദുരന്തബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച തുക ലഭിക്കേണ്ട പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് സോണി. നികുതി ഒഴിവാക്കാൻ അപേക്ഷ നൽകാൻ ദുരന്തബാധിതരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അപേക്ഷ നൽകാത്തതുകൊണ്ടാണ് നോട്ടീസ് അയച്ചതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ദുരന്തബാധിതർ ആരൊക്കെയാണെന്നും നഷ്ടങ്ങളുടെ തോത് എത്രയാണെന്നും കൃത്യമായി അറിയുന്ന പഞ്ചായത്ത് തന്നെ ഇത്തരം ന്യായീകരണം കണ്ടെത്തുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ ദുരന്തബാധിതരെ അവഗണിക്കുകയാണെന്ന വിമർശനം സാധൂകരിക്കുന്നതാണ് പുതിയ സാഹചര്യങ്ങൾ. ജനം, കോഴിക്കോട്.